ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴേ ആർക്കെങ്കിലും ഒരു പീഡനം നടന്നിട്ടുണ്ടെങ്കിൽ, അതായത് സ്ത്രീകൾക്കോ പെൺകുട്ടികൾക്കോ, അവരപ്പോഴൊന്നും പ്രതികരിക്കില്ല മിക്ക ആൾക്കാരും, അല്ലേ? പിന്നെ കുറേ നാളുകൾക്ക് ശേഷം അവരേതെങ്കിലും ഒരു സാഹചര്യത്തിൽ പറയും, അന്ന് എന്നെ ഇന്നയാൾ പീഡിപ്പിച്ചിരുന്നു, അന്ന് എനിക്ക് പ്രതികരിക്കാനുള്ള ശേഷി ഉണ്ടായില്ല, ഇപ്പോഴാണ് എനിക്കത് പറയാനൊരു ധൈര്യം കിട്ടിയെന്നൊക്കെ പറയും, ഇല്ലേ? പക്ഷെ ആൺകുട്ടികൾക്ക് അങ്ങനെയില്ല. ആൺകുട്ടികൾക്ക് അങ്ങനെ ഒരു സാഹചര്യം ഒരുപാടില്ല. സ്ത്രീകളുടെ അത്ര ഇല്ലെങ്കിൽ പോലും പീഡനം പോലെ അല്ലെങ്കിൽ പിടിക്കുന്ന കണക്കൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അല്ലേ? പക്ഷെ ആൺകുട്ടികൾക്ക് ദൈവം കൊടുത്തൊരു കഴിവാണെന്ന് തോന്നുന്നു, പ്രതികരണ ശേഷി. ഒന്നെങ്കിൽ അവരെ തള്ളിയിടാനോ അല്ലെങ്കിൽ അവർക്കൊരു അടി കൊടുക്കാനൊക്കെ ആൺകുട്ടികൾക്ക് ഒരു പ്രതികരണ ശേഷി ദൈവമായിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട്, പ്രത്യേകിച്ചും വീടും നാടും വിട്ട് ജോലി ചെയ്യുന്ന കുഞ്ഞുമക്കൾക്ക്. അപ്പോൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ ഹോസ്പിറ്റലിൽ ഞാനൊരു 7:30 ആയപ്പോൾ ഇറങ്ങി വാതിക്കൽ എത്തിയപ്പോഴത്തേക്കുമാണ് സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബീന പോവല്ലേ, ഒരു പേഷ്യൻറ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരിച്ച് കയറി ചെല്ലുമ്പോൾ കാണുന്നത് ഒരു ചെറിയൊരു പയ്യനും ഒരു മുതുക്ക് മനുഷ്യനും, അതായത് ഒരു കുറച്ച് പ്രായമുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അയാൾ നല്ല ഡ്രസ്സൊക്കെയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ അയാളെ കാണുമ്പോൾ തന്നെ അയാൾ എവിടെയോ ഒരു ഷെഫാണ് അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ ജോലിക്കാരനാണ്. അതായത് ഒരു ബ്ലാക്ക് പാൻറ്റും ഒരു വൈറ്റ് ഷർട്ടും ഒക്കെ ഇട്ടിട്ടുണ്ട് ആൾ. ഇൻ ചെയ്തിരിക്കുന്നു, ഫുൾ സ്ലീവൊക്കെ ഇട്ട് ഒരു ഫുൾ ഗാനൊക്കെ വെച്ച് അയാളെ കണ്ടാൽ തന്നെ ഒരു അലവലാതി അപലക്ഷണം പിടിച്ചവൻ അല്ല പിന്നെ. അപ്പോൾ ഇയാളുടെ തല പൊട്ടിയിട്ടുണ്ട്, ഇയാൾ വീണതാണ്, ഇവനെ ബസ് കയറ്റി വിടാൻ വേണ്ടി വന്നതാണ്, ഹോട്ടലിലാണ് ജോലി ചെയ്യുന്നത്. നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് മണിമണി പോലെ ഇയാൾ ഉത്തരം പറയുന്നുണ്ട്, എന്നാൽ ഇയാൾക്ക് വേദനയൊക്കെ ഉണ്ട്. പക്ഷേ ഈ പയ്യനെ നോക്കുമ്പോഴത്തേക്കും ഇയാളുടെ കൊണ്ണിന് തീ പോർന്നാണൊക്കെ. പിന്നെ ഇയാൾ അങ്ങോട്ട് കുറേ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാറി നിൽക്കുമല്ലോ. മാറി നിന്നപ്പോഴത്തേക്ക് ഈ പയ്യനോട് ഇയാൾ കുറേ അനാവശ്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കും. അപ്പോഴെനിക്ക് മനസ്സിലായി സിസ്റ്റർ പറഞ്ഞത് എന്തുവാണ്. അതിനുശേഷം ഒരു 9:30 ആയപ്പോഴത്തേക്കും ഡോക്ടർ ഇയാളോട് പറഞ്ഞു, ശരി എന്നാൽ പോയിക്കോട്ടോ, 2 ദിവസം കഴിഞ്ഞ് വന്ന് ഡോക്ടറെ കാണാൻ എന്നൊക്കെ പറഞ്ഞു. 4 സ്റ്റിച്ചുണ്ട് തലയ്ക്ക്, തല നനയ്ക്കരുതെന്നൊക്കെ പറഞ്ഞു. അയാളെല്ലാം സമ്മതിച്ചു. അയാൾ ഇറങ്ങി പോവുകയാണ്. ബില്ലൊക്കെ അടച്ചാൽ പോകുമ്പോഴത്തേക്കും ഈ പയ്യനെ വിളിക്കുന്നില്ല. ഈ പയ്യൻ്റെ കയ്യിലൊരു ബാഗും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ പോകുന്നില്ലേ, അയാൾ പോവുകയാണല്ലോ എന്ന് പറയുമ്പോൾ, ഇല്ല ആൻറ്റി, എൻ്റെ വീട് പുനലൂരാണ്, ഞാൻ വീട്ടിൽ പോകാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. എന്നെ ബസ് കയറ്റി വിടാൻ വേണ്ടിയാണ് സാറ് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാൽ നിനക്ക് ബസ് ഇപ്പോൾ ഈ സമയത്ത് ഇനി കിട്ടുമോ, നീ എവിടെ ചെന്നിട്ടാണ് ഇനി പുനലൂർക്ക് ബസ് കിട്ടുന്നത്, കോട്ടയത്ത് എത്തണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ അവന് ആകെ ഇതായി, കാരണം അവനൊരു 10-22 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ ഇവന് ഞാൻ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യും, നീ ഇവിടെ ഇരുന്നോ, അപ്പന്മാരുണ്ട് അവിടെ, ആണുങ്ങളുടെ വാർഡുണ്ട്, അവിടെ കട്ടിൽ ഒഴിഞ്ഞു കിടപ്പുണ്ട്, അവിടെ എവിടെയെങ്കിലും പോയി കിടന്നു, എന്നിട്ട് നേരം വെളുക്കുമ്പോഴത്തേക്കും വെളുപ്പിന് ഇവിടുന്ന് കോട്ടയം ബസ് ഉണ്ടാവും, അതിന് കയറി പോയിക്കോ മോനെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഇവൻ്റെ കൂടെ ഇവനെ ബെഡ് കാണിക്കാൻ വേണ്ടി ചെന്നു. ഏതായാലും എനിക്ക് ഇന്ന് ലൈവ് ഒന്നും ഇടാൻ പറ്റത്തില്ല. ഏതായാലും ഒരു ദിവസം പോയി കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഞാൻ നിരാശയോടുകൂടി ആയിട്ടാണ് ആ മോൻ്റെ കൂടെ അവിടെ ചെന്നത്. അവന് ബെഡ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, നീ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിരുന്നു, കാരണം 7:30 ഇപ്പം കണ്ടതാണല്ലോ. അപ്പോൾ ഇവൻ രാത്രി ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഇപ്പോൾ സമയം നോക്കും 10 മണിയായി. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ അമ്മമാർക്ക് ഏതായാലും ചായ മേടിച്ചു. അപ്പോൾ എന്നെ കണ്ടപ്പോഴത്തേക്കും കളപ്പെടുക്കൂസുകളെല്ലാം കൂടി പോയില്ലേ. അപ്പോഴത്തേക്ക് വൈകുന്നേരത്തെ ഫുഡൊക്കെ ക്യാൻറ്റീനിൽ മേടിച്ച് കൊടുത്തതാണ്. എന്നിട്ടാണ് ക്യാൻറ്റീനും അടച്ചു പോയി. അപ്പോൾ ഞാൻ ചോദിച്ചു, മോൻ ഫുഡും എല്ലാം കഴിച്ചായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചായിരുന്നു ആൻറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ നമുക്ക് പുറത്ത് തട്ടുകടയുണ്ട്, നമുക്ക് അവിടെ പോയിട്ട് എന്തെങ്കിലും കഴിക്കാം വാന്ന് പറഞ്ഞു. അപ്പോൾ അവന് നല്ല വിശപ്പുള്ളത് കൊണ്ടായിരിക്കാം അവൻ വേഗം എൻ്റെ കൂടെ വന്നു. നമ്മളിപ്പോൾ ഒരു ഫ്ലാസ്കൊക്കെ എടുത്ത് നമ്മുടെ അപ്പാപ്പന്മാർക്ക് 2 കട്ടൻ ചായ മേടിച്ച് ഞാൻ അവിടെ നിന്നുകൊണ്ട് ഒരു കട്ടൻ ചായ കുടിച്ച്, ഇവൻ ദോശ ഓംലേറ്റും ഒക്കെ കഴിച്ചു കേട്ടോ. അവൻ കഴിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പാവം തോന്നി. അതിനുശേഷം ഞങ്ങൾ നടന്നു വരുമ്പോഴത്തേക്ക് ഇവൻ പറയാണ്, ആൻറ്റി ഞാൻ ആ ഹോട്ടലിൽ ഷെഫ് ആവാൻ പഠിക്കുകയാണ്, പക്ഷേ ഷെഫിൻ്റെ അസിസ്റ്റൻ്റാണ് എന്നും പറഞ്ഞിട്ടാണ് ഹോട്ടലിൽ ജോലി കിട്ടിയത്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പഠിത്തം കഴിഞ്ഞോ, ഇല്ല, 6 മാസം കൂടി ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടണം, എന്നാലേ പൂർത്തിയാകുകയുള്ളൂ. അത് എന്നെപ്പോലെ തന്നെ എൻ്റെ കൂടെ പഠിച്ച് 6 പേര് അവിടെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തുടങ്ങി ഞങ്ങൾക്ക് ഭയങ്കര പീഡനമാണ്. എന്നുവെച്ചാൽ അതെന്താ,
അയാൾ ഉപദ്രവിക്കുമോ, തല്ലുവോ? അപ്പം നമ്മൾക്ക് ആൺകുട്ടികൾക്ക് പീഡനം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അങ്ങനെയല്ലേ തോന്നുന്നത്, അല്ലെങ്കിൽ അധികമായിട്ട് പണിയെടുപ്പിക്കുക, ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത് കേട്ടോ. അപ്പോൾ അവൻ പറയാണ്, ആൻറ്റി അയാൾ വീണതൊന്നുമല്ല, ഞാൻ അയാളെ തല്ലിയതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതെന്താ ആൻറ്റി, ഞാൻ പറയട്ടെ. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ വല്ല പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് അയാളെ പോലീസിൽ ഏൽപ്പിക്കണമല്ലോ, എന്താ അയാളെ തല്ലാനുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചപ്പോൾ, അയ്യോ അതൊന്നും വേണ്ട ആൻറ്റി, എൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടണം, അതുപോലെ കൂടെ ജോലി ചെയ്യുന്ന മറ്റുള്ള കുട്ടികളും ഉണ്ട്, അപ്പം ഞാനായിട്ട് ഒരാൾ പക്ഷേ എൻ്റെ ക്ഷമ നഷ്ടപ്പെട്ടപ്പോൾ ഞാനല്ലാതെ ആയപ്പോഴത്തേക്ക് ഞാൻ അയാളെ തല്ലിയതാണ്, എന്നിട്ട് ഞാൻ തന്നെ ഇയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ എനിക്ക് അവനോട് ഒരു ബഹുമാനം തോന്നി, കാരണം അവനെ എന്തെങ്കിലും തരത്തിൽ ഹരാസ് ചെയ്തിട്ടായിരിക്കുമല്ലോ അവൻ തല്ലിയത്, വെറുതെ ഒരാളെ പിടിച്ച് തല്ലൂല്ലല്ലോ ഒരാളും. ഞാൻ ചോദിച്ചാൽ എന്താ മോനെ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ആൻറ്റി ഞങ്ങളവിടെ വെയിറ്റർമാരുടെ കൂട്ടത്തിലാണ് ഞങ്ങളെ ഇട്ടിരിക്കുന്നത്, ഞങ്ങളവിടെ പ്ലേറ്റുകൾ, ഈ എച്ചിൽ പാത്രങ്ങൾ എടുക്കുക, എച്ചിൽ പാത്രങ്ങൾ കഴുകുക, അതിനുള്ള ആൾക്കാരെയൊക്കെ അവർ 1-2 പേരെ നിർത്തിയിട്ട് ബാക്കിയുള്ളവരെയൊക്കെ പറഞ്ഞു വിട്ടു. അത് കണക്ക് തന്നെ ഞങ്ങൾ വെയിറ്ററിൻ്റെ ജോലി എടുക്കുന്ന കസ്റ്റമേഴ്സ് വന്നാൽ അവർ ഓർഡർ എടുക്കണം, അവർക്ക് ഫുഡ് കൊണ്ട് സെർവ് ചെയ്യണം, അതിനുശേഷം അവർ കഴിച്ച എച്ചിൽ പാത്രങ്ങൾ എടുത്തുകൊണ്ട് വരണം. ഇതൊക്കെ ഞങ്ങളുടെ ഈ എക്സ്പീരിയൻസിലുള്ളതാണെന്ന് പറയും. അവിടെ റൂം എടുക്കുന്ന ഗസ്റ്റുകൾക്ക് റൂമിൽ സർവീസ് കൊടുക്കുക. എന്തിനാ പറയുന്നത്, ഹൗസ് കീപ്പിംഗുകാരുടെ കൂടെ പോലും ബാത്റൂം കഴുകാനും ബെഡ്ഷീറ്റ് വിരിക്കാനും ഒക്കെ നമ്മളെ പറഞ്ഞു വിടും. കിലോമീറ്ററുകളോളം കിടക്കുന്ന സ്ഥലങ്ങളിൽ ഇവർ ബെഡ്ഷീറ്റ് പില്ലോ കവറൊക്കെ ഉണങ്ങാൻ വേണ്ടി ഇടുന്ന അവരുടെ ഒപ്പം പോയി അത് എടുത്തുകൊണ്ട് വരിക, അങ്ങനെ അത് ഉണക്കാൻ ഇടുക, അതിനൊക്കെ അവിടെ ഹൗസ് കീപ്പിങ്ങിൽ ആളുണ്ടെങ്കിൽ പോലും നമ്മളെ കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തുക. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണെന്ന് പറയാം. മര്യാദയ്ക്ക് നമുക്ക് അവിടുന്ന് ഉണ്ടാക്കുന്ന ഫുഡ് തരാതെ നമുക്ക് പണിക്കാർക്കെന്നുള്ള രീതിയിൽ വേറെ എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കി ആ ഫുഡ് നമുക്ക് തരിക, ഇതൊക്കെയാണ് അവിടെ. അല്ലാതെ ഞങ്ങൾക്കൊരു ഷെഫ് ആവണം, ഞങ്ങൾക്ക് പുറത്തേക്ക് പോകണം, നല്ലൊരു ഹോട്ടലിൽ നല്ലൊരു ജോലി വേണം, നന്നായിട്ടൊരു ഷെഫിൻ്റെ പേരെടുത്ത്, അപ്പം നമുക്ക് അതിനകത്ത് അങ്ങനെയുള്ളൊരു മാനസികമായിട്ടൊരു സന്തോഷമോ ഒന്നുമില്ലാതെ ഞങ്ങളവിടെ പണിയെടുക്കാൻ തുടങ്ങിയിട്ട് 5 മാസമായി. അപ്പോൾ ഈ 1 മാസം കൂടെ സഹിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ പോകാമല്ലോ എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഇയാൾ ഇങ്ങനെ എല്ലാവരെയും ഈ കൂടെയുള്ള ആണുങ്ങളുടെ ഒക്കെ കൂടെ കയറി കിടക്കുക, ആൺകുട്ടികളുടെ കൂടെ കയറി കിടക്കുക, വേണ്ടാത്ത സ്ഥലത്ത് പീഡിക്കുക. അപ്പോൾ ഇവൻ്റെ അടുത്ത് ഇത്ര നാളായിട്ടും വന്നിട്ടില്ല. അപ്പോൾ ഇവന് പെട്ടെന്ന് ഇവൻ്റെ വീട്ടിൽ നിന്ന് അപ്പച്ചന് സുഖമില്ലാന്നും പറഞ്ഞ് ഫോൺ വന്നത് കാരണം ഇവന് വീട്ടിലേക്ക് പോകണം, ലീവ് തന്നേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് ഇവൻ അവിടുന്ന് ലീവ് മേടിച്ചു. അപ്പോൾ ഇവൻ എന്ത് ചെയ്ത്, സന്ധ്യയായി, ഇവർ ലീവ് കൊടുക്കുമ്പോൾ പൊയ്ക്കോളം പറഞ്ഞു. അന്നത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് അവൻ വേഗം, അതായത് ആ സമയം എന്ന് പറഞ്ഞാൽ ഒരു 6:30-ക്കാണ്. അപ്പോൾ ഈ 6:30-ക്ക് വട്ടവടയെന്നൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ആ റോഡൊക്കെ വളരെ മോശമാണ്. 5 മണി കഴിഞ്ഞാൽ തന്നെ അവിടെ ആനയിറങ്ങലാണ്, പകലിറങ്ങുന്ന പോരാഞ്ഞിട്ട് ഒരു സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ ആ റോഡിൽ ആനയിറക്കം സ്ഥിരമാണ്. അപ്പോൾ അവൻ അതൊക്കെ പേടിച്ചിട്ടാണ്. പക്ഷെ അവൻ അവിടുന്ന് ബസ് കിട്ടുന്നില്ല, വട്ടവടയിൽ നിന്നുള്ള ബസ് 5:30 ആയപ്പോഴത്തേക്ക് ലാസ്റ്റ് ബസ് പോയി. അവനത് വിഷമമായി. 6:30 അപ്പോൾ ഒരു ബൈക്ക് വന്നപ്പോൾ ഇയാൾ പറഞ്ഞ് കയറിക്കോടാ, നിന്നെ ഞാൻ ടൗണിൽ കൊണ്ടാക്കാം, ബസ് കിട്ടും. എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇയാളുടെ വണ്ടിയിൽ കയറി കാടിൻ്റെ ഭാഗത്ത് എത്തിയപ്പോഴത്തേക്ക് ഇയാൾ പറയുകയാണ്, എടാ നീ ഒന്ന് ചേർന്നിരുന്നേന്ന്. അപ്പോൾ ചേർന്നിരിക്കും അതെന്തിനാന്നുള്ള ഇതുണ്ട്. അപ്പോൾ ഇവനോട് പറഞ്ഞു, ഞാൻ ഒന്ന് പിടിച്ചോട്ടെ എടാ നിൻ്റെ അവസ്ഥയിലാണ്. അപ്പോൾ കുട്ടി ഞെട്ടിപ്പോയി കേട്ടോ. എല്ലാം അങ്ങനെ കൂട്ടുകാർ പറഞ്ഞറിയാം ഇയാൾ ഇങ്ങനത്തെ വൃത്തികെട്ടവനാണെന്ന് അറിയാമെങ്കിൽ ഇന്നുവരെ അവൻ്റെ അടുത്ത് അങ്ങനെ ഒരു ഇതൊന്നും വരാത്തത് കൊണ്ട് അവനങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഇവനൊരു ഞെട്ടലുണ്ടായെങ്കിലും അതിനുശേഷം നിനക്ക് പിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനൊന്ന് നിൻ്റെ പിടിച്ചോട്ടെ, അല്ല നിൻ്റേത് പിടിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ എൻ്റേതൊന്ന് പിടിച്ചതാണെന്ന് ഈ പയ്യനോട് പറയാം. അവൻ അങ്ങോട്ട് എവിടെ നിന്നാണെന്ന് അറിയത്തില്ല, കലി അങ്ങ് കയറി. ചില ആൺകുട്ടികൾക്ക് അങ്ങനെയാണല്ലോ. അവനങ്ങോട്ട് കലി കയറിയിട്ട് അവൻ പറഞ്ഞു, ചേട്ടാ സൈഡിലൊന്ന് വണ്ടി നിർത്തിക്കുകയെന്ന് പറഞ്ഞു. വണ്ടി നിർത്തിയ വഴി ഇയാൾ ഹെൽമെറ്റ് ഊരും, ആ ഹെൽമെറ്റ് മേടിച്ച് ഇയാളുടെ തലക്കെട്ട് അടിച്ചു. അതാണ് ഇയാൾക്ക് 4 സ്റ്റിച്ച് ഇടേണ്ടി വന്നത്. പിന്നെ ഗ്ലാസ് കൊണ്ട് ഇവൻ്റെ ഹെൽമെറ്റിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് കൊണ്ടുപോയി ഇയാളുടെ മുഖത്ത് 2-3 സ്ഥലത്ത് അങ്ങ് നല്ല മുറിവ്, ആഴത്തിലുള്ള മുറിവുകളാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പം അത് കണക്ക് തന്നെ വലിച്ച് താഴെ ഇട്ട് 2-3 ചവിട്ടും കൊടുത്തു. ഇനി അവിടുന്ന് ഒരു വണ്ടി കിട്ടുമോ, ഇവന് പോവോ, എങ്ങനെ ചെയ്യേണ്ടെന്ന് അറിയില്ലല്ലോ. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ ഇവൻ വിചാരിച്ച് ഇയാൾ എഴുന്നേക്കാനൊന്നും പറ്റുന്ന. അപ്പോൾ ഇവൻ വിചാരിച്ച് ദൈവം ഇയാൾ ചത്തുപോയെങ്കിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഒരു തിരിച്ചറിവുണ്ടാവുകയാണ്, ഇയാൾ ചത്തുവലം പോയാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ഇതിൽ ഇവൻ തന്നെ ഇയാളെ വണ്ടിയിൽ എടുത്തു വെച്ചിട്ട് വണ്ടി ഓടിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ ഇത് പറഞ്ഞാൽ ആ നിമിഷം പറഞ്ഞാൽ നമ്മൾ പോലീസിൽ അറിയിക്കും ഡോക്ടർ. അപ്പോൾ അതൊന്നും പറഞ്ഞില്ല. അപ്പോൾ എനിക്കും തോന്നി ശരിയല്ലേ, ഈ മോന് ഇനി 1 മാസം കൂടിയേ ജോലിയുള്ളൂ. അപ്പോൾ അവന് സർട്ടിഫിക്കറ്റ് കിട്ടും, അവന് ഒന്നെങ്കിൽ പുറത്തേക്ക് പോകും, അല്ലെങ്കിൽ അവന് നല്ലൊരു ഹോട്ടലിൽ ഷെഫായിട്ട് ജോലി കിട്ടും. അപ്പോൾ
അവൻ പിന്നെ എന്നോട് പറയാണ്, ആൻറ്റി എൻ്റെ അപ്പയ്ക്ക് സുഖമില്ല, റബ്ബർ വെട്ടായിരുന്നു, എൻ്റെ അമ്മ ഇപ്പോൾ വീടുകളിലൊക്കെ പണിയെടുത്തിട്ടാണ് എൻ്റെ 2 അനിയത്തിമാർ പഠിക്കുന്നുണ്ട്, അപ്പോൾ എനിക്ക് എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മാത്രമേ ഇനി രക്ഷയുള്ളൂ ആൻറ്റി. അതുകൊണ്ടാണ് ഞാൻ പിന്നെ പ്രശ്നത്തിന് ഞാനും ചിന്തിച്ചതാണ് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കണമെന്നൊക്കെ. പക്ഷേ വേണ്ട ആൻറ്റി, അങ്ങനെയൊന്നും ചെയ്യണ്ട. ഞാൻ പറഞ്ഞാൽ ശരി മോനെ എന്ന് പറയും. അപ്പോൾ ഒരു ആൺകുട്ടിക്ക് പോലും ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള സംഭവം നടക്കുന്നതല്ലേ. അപ്പോൾ പെൺകുട്ടികളുടെ കാര്യം പറയണോ, എങ്ങനെയാണ് നമ്മുടെ പെൺകുഞ്ഞുങ്ങളെ ആൺകുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പഠിക്കാൻ വിടുകയും ജോലിക്ക് വിടുകയൊക്കെ ചെയ്യുന്നതല്ലേ. ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിട്ട് അമ്മോനെക്കുറിച്ച് ഓർത്തപ്പോൾ. അങ്ങനെ അവിടെ വന്നു, അവനെ വെളുപ്പിനെ എഴുന്നേൽപ്പിച്ച് ഞാൻ മോനെ പോയിക്കോ എന്ന് പറഞ്ഞു. അവന് ബസ് കയറി അവൻ പോയി നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ ആൻറ്റിയോട് പറഞ്ഞു ഇവിടെ വരുമ്പോൾ മോൻ ആൻറ്റിയെ വിളിക്കണം കേട്ടോ. കാരണം നമുക്കും അതൊരു ആകാംക്ഷ ഉണ്ടല്ലോ, നാളെ ഇനി ഇയാൾ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല അല്ലെങ്കിൽ ഹോട്ടലിൽ ചെല്ലുമ്പോൾ ഇവനെ ജോലിക്ക് കയറ്റിയില്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് നമുക്കിപ്പോൾ ഒരു പാല വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്കും ഈ ഇവിടെ ഇത്തിരി ആൾക്കാരൊക്കെ ആയിട്ട് ബന്ധമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ആരെങ്കിലും ഒരാളെ കൊണ്ട് ആ മോന് വേണ്ടി സംസാരിപ്പിക്കുമോ, എന്ത് വേണമെങ്കിലും നമുക്കിവിടെ ആളുണ്ട്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു നീ ഒന്നും കൊണ്ട് പേടിക്കേണ്ട, എന്ത് ഇതുണ്ടെങ്കിലും നമുക്ക് അതിനുള്ള ആരെങ്കിലും കൊണ്ട് നമുക്ക് സംസാരിപ്പിക്കുമോ ഒക്കെ ചെയ്യാം കേട്ടോ, നീ വിഷമിക്കേണ്ട, സന്തോഷത്തോടെ വീട്ടിലേക്ക് പോകൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാം എനിക്ക് ആരോടെ പറയാനുള്ള, നിങ്ങളോടാണ് പറയാനുള്ളത് അല്ലേ. ഞാൻ കണ്ടതും ഞാൻ അറിഞ്ഞതും ഞാൻ ഉൾപ്പെട്ടതുമായ കാര്യങ്ങളാണ് എൻ്റെ ചാനലിൽ ഞാൻ കണ്ടൻ്റ് ആക്കി ഇടുന്നത് അല്ലേ. അത് ഞാൻ നിങ്ങളോട് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ.